കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീ സൗജന്യയാത്ര അനുവദിച്ചതിനെ തുടർന്ന് ചേർത്തലയിൽ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ദക്ഷിണമേഖല ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷനും സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയും കെഎസ്ടി വർക്കേഴ്സ് യൂണിയൻ INTUC-യും സംയുക്തമായാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് നടന്ന സമ്മേളനം AD തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ച സംസ്ഥാന സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനത്തെ ജനങ്ങൾ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദക്ഷിണമേഖല ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെയും സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും KST വർക്കേഴ്സ് യൂണിയൻ INTUC എന്നിവരുടെ സഹകരണത്തോടെ ചേർത്തല കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ മധുര പലഹാര വിതരണം നടത്തി. ശേഷം നടന്ന സമ്മേളനം ആലപ്പുഴ MLA AD തോമസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് വേളോർവട്ടം ശശികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സ്മിത മേനോൻ, സബർമതി പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ്, ജനറൽ സെക്രട്ടറി രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ബസ് യാത്രക്കാരിയായ സ്മിത മേനോനെ ATO K സുമതന്റെ നേതൃത്വത്തിൽ ആദ്യ ടിക്കറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് P ഉണ്ണികൃഷ്ണൻ, INTUC ചേർത്തല കമ്മിറ്റി സെക്രട്ടറി VX ബിനിമോൻ, CMB ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PV സുന്ദരൻ എന്നിവരും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്നു മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്രയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴ ഡിപ്പോയിൽ നിർവഹിച്ചതിന് ശേഷമാണ് ഞാനിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു പദ്ധതി UDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ UDF പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുമെന്ന്. അന്ന് എല്ലാവർക്കും വലിയ സംശയമായിരുന്നു, ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും ഈ ഗവൺമെന്റിന്റെ ഒരു പോളിസി അറിയാം. പറഞ്ഞ കാര്യം UDF സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനുള്ളിൽ തന്നെ ഇന്ന് നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ്.